ഏകസത്യദൈവമായ യഹോവയുടെയും അവന്റെ ഏകജാതൻ നമ്മളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെയും അവരിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മ ശക്തിയുടെയും നാമത്തിൽ ഈ ക്ലാസ്സിലേക്ക്, ഈ സംവാദത്തിലേക്ക്, ഈ ചർച്ചയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന, കൺഫ്യൂഷനായിരിക്കുന്ന ഒരു പദത്തെക്കുറിച്ചാണ്. സഭ. സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭ, പെന്തക്കോസ്ത് സഭ, മർത്തോമ സഭ, യാക്കോബായ സഭ, അങ്ങനെ അനേകം സഭകൾ. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവസഭ എന്ന അവകാശവാദവുമായി നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്നു. ഒരു വാദത്തിനു വേണ്ടി ഇതൊക്കെ സഭയാണെന്ന് നമ്മൾ സമ്മതിച്ചാൽ പോലും ദൈവം തന്റെ സഭയെ ചേർക്കുവാൻ ദൈവസഭ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇന്ന് നമ്മൾ കാണുന്ന ഈ സഭകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പലരും പറയുന്നത് കത്തോലിക്ക സഭയാണ് ദൈവസഭ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നത്, മറ്റുള്ള ആൾക്കാർ പറയുന്നത് അവരുടെ സഭകളാണ് ദൈവസഭ എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ഇതിൽ യഥാർത്ഥ ദൈവസഭ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ദൈവം തന്റെ സഭയെ മണവാട്ടിയായി, തന്റെ ശരീരമായി ഒക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ജഡിക ശരീരം നശ്വരമാണെന്നും ദൈവത്തിന്റെ ആലയം സഭ നശിക്കാൻ പാടില്ലാത്തതാണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമതായി, സഭ എന്ന് പറയുന്നത് സുവിശേഷത്തിന് ശേഷം അപ്പോസ്തല പ്രവർത്തികളിൽ അഥവാ നടപടി പുസ്തകത്തിൽ പല സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണമായി കൊറിന്തോസിലെ സഭ, എഫേസസിലെ സഭ, അലക്സാണ്ട്രിയയിലെ സഭ, റോമായിലെ സഭ, അങ്ങനെ പല സഭകളെ കുറിച്ചും അവിടെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ദൈവസഭയായി അവിടെ പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രം. രണ്ടാമത്, മത്തായിയുടെ 16-ാം അധ്യായത്തിൽ നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള ഒരു വചനം പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് പല സഭകളും പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. നമ്മൾ കത്തോലിക്കക്കാർ പറയുന്നത് പത്രോസാണ് പാറ, ആ പത്രോസിന്മേലാണ് സഭയെ പണിയുന്നത് എന്നാണ്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതും എനിക്ക് മനസ്സിലായിരിക്കുന്നതും എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ചില മറ്റു സഭക്കാർ പറയുന്നത് പത്രോസല്ല, യേശുവാണ് പാറയെന്നാണ്. ഒരാവശ്യവുമില്ലാത്ത ഈ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ കടിച്ചു കീറി നമ്മുടെ ആ മെയിൻ പോയിന്റ്, ആധ്യാത്മികതയിൽ നമ്മൾ കളങ്കം ചാർത്തുകയാണ് ചെയ്യുന്നത്. ഇത് പത്രോസിന്റെ മേലാണ് സഭ പണിതിരിക്കുന്നതെങ്കിലും, യേശുവിന്റെ മേലാണ് സഭ പണിതിരിക്കുന്നതെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് കാതലായ യാതൊരു വ്യത്യാസവും വരാനില്ല. നമ്മൾ അതാരുടെ പേരിലാണെങ്കിലും നമുക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് എന്തിനു കടിച്ചു കീറണം? എന്നാൽ അവിടെയുള്ള ഒരു ചെറിയ പ്രശ്നം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ
ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന ഭാവികാല പ്രവചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സഭ പണിതതായി നമ്മുടെ ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ വിചിത്രം. സഭ പണിതതായി എവിടെയെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു. എങ്കിലും ചിലർ പറയുന്നത് കർത്താവിന്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് കൂടി മർക്കുസിന്റെ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു പെന്തക്കോസ്താ ദിനത്തിൽ. അന്നാണ് സഭ സ്ഥാപിച്ചതെന്നാണ്. എന്നാൽ അന്ന് സഭ സ്ഥാപിച്ചതായിട്ട് അവിടെ ഒരു സൂചന പോലുമില്ല. പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതല്ലാതെ. പരിശുദ്ധാത്മാവ് അതിനു മുമ്പും വന്നിരുന്നു. യേശുവിന്റെ സ്നാന സമയത്ത് വന്നിരുന്നല്ലോ. അതിനു മുമ്പും ആത്മാവ് എത്രയോ പേരുടെ പേരിൽ വരുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യമായി വന്നു എന്ന് പറയുന്നത് നമുക്ക് അത്ര വിശ്വാസയോഗ്യമല്ല. അതേപോലെ തന്നെ അവർ സഭ സ്ഥാപിച്ചു എന്ന് പറയുന്നുമില്ല. സഭ സ്ഥാപിക്കും എന്ന ഭാവികാലം മാത്രമാണ് ബൈബിളിൽ ഉള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സഭ കർത്താവിന്റെ മണവാട്ടിയും കർത്താവിന്റെ ശരീരവുമാകുന്നു. അതായത് യേശുക്രിസ്തു ശിരസ്സായ ഒരു ശരീരഭാഗങ്ങളാണ് സഭ എന്ന് പറയുന്നത്. അത് ഒരിക്കലും എന്നെപ്പോലെയും താങ്കളെപ്പോലെയും ഉള്ള പാപികൾ ആയിരിക്കാൻ സാധ്യതയില്ല, ആകാൻ പറ്റുകയുമില്ല. അപ്പോൾ നമ്മുടെ മരണശേഷം ഉയർക്കുന്ന ആത്മീയ ശരീരം, ആ ശരീരത്തോട് കൂടിയ വ്യക്തികളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ദൈവസഭ എന്ന് പറയുന്നത്. എങ്കിലേ ദൈവത്തിന്റെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ യോജിക്കുകയുള്ളൂ. അപ്പോൾ അന്ന് നമുക്ക് പാപം ചെയ്യുവാൻ പറ്റത്തില്ല. നമ്മൾ പാപികളല്ല. ഇപ്പോൾ നമ്മൾ പാപത്തിലായിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിയുമ്പോൾ ഇന്നുള്ള ഈ സഭകളെന്ന് നമ്മൾ പറയുന്നതെല്ലാം ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക്, ദൈവസഭയുടെ ഒരു ഫ്രെയിം വർക്ക് മാത്രമേ ആകുന്നുള്ളൂ. ആ ദൈവസഭയിൽ എത്തപ്പെടാനുള്ള വഴികളാണ് ഇന്ന് ലോകത്തിലുള്ള ഈ സഭകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കൂട്ടായ്മകൾ കൊണ്ട് ഉള്ള ഉപയോഗം. അതിന് ഒരിക്കലും ഞാൻ എതിരല്ല. നമ്മൾക്ക് ദൈവം കാണിച്ചു തന്ന വഴിയിൽ കൂടി സഞ്ചരിക്കണമെങ്കിൽ ഒരു സംഘടനയോ അതിൻ്റെ നേതാവോ ആവശ്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭയിൽ അവരുടെ ആ ഹൈറാർക്കി ഏത് മിലിറ്ററി റോളിനേക്കാളും വളരെ കെട്ടുറപ്പുള്ള ഒരു രീതിയിലാണ്, സെറ്റപ്പിലാണ്. അതുകൊണ്ടാണ് ഇന്നും കത്തോലിക്ക സഭ അചഞ്ചലമായി നിലകൊള്ളുന്നത്. അതിനെതിരെ പല ശക്തികളും, എനിക്കും സഭയിലെ ചില രീതികളും പാരമ്പര്യങ്ങളും ആചാരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് അവർ ചെയ്യുന്നത് തെറ്റാണെന്നല്ല. എൻ്റെ അഭിപ്രായ വ്യത്യാസം ഒരുപക്ഷെ ഞാനത് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച പാളിച്ചയായിരിക്കുക. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ, പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ സഭയുടെ നേതൃത്വത്തെ ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ മനുഷ്യരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകുവാൻ ഒരു സംഘടനയ്ക്കും സാധ്യമല്ല. പിന്നെ രണ്ടാമത്, ദൈവസഭ എന്ന് പറയുന്നത് മത്തായിയുടെ 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഒരു സഹോദരൻ നിന്നോട് പിഴച്ചു കഴിഞ്ഞാൽ നീ അവനും നീയും തന്നെ ആയിരിക്കുമ്പോൾ അവനോട് പറഞ്ഞത് തീർക്കുക, ഇല്ലെങ്കിൽ സഭയോട് പറയുക എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ മരണത്തിന് മുമ്പ് തന്നെ അവിടെയും ഒരു സഭയുണ്ടായിരുന്നു. അത് ദൈവസഭ അല്ല. അപ്പോൾ പെന്തക്കോസ്താ ദിനത്തിലാണ് ഈ സഭ സ്ഥാപിച്ചതു എന്ന് പറയുന്നെങ്കിൽ ആ സഭ ഏതാണെന്ന് ഇവർ ഉത്തരം പറയേണ്ടി വരുന്നു. കാരണം യേശുവിന്റെ മരണത്തിന് എത്രയോ മുമ്പാണ് അത് സംഭവിക്കുന്നത്. യേശു പറയുന്നത് നിങ്ങൾ സഭയെ അറിയിക്കുക, സഭ അതിനെതിരെ തീരുമാനമെടുക്കട്ടെ എന്ന്.
അപ്പോൾ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവസഭ ഞാൻ പണിയും എന്ന് യേശുക്രിസ്തു പറഞ്ഞ ദൈവസഭ ഇനി സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ മരണശേഷം യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ നമ്മളൊക്കെ കണ്ണുമയ്ക്കുന്ന, ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ണുമയ്ക്കുന്ന മാത്രയിൽ രൂപാന്തരപ്പെടുകയും മരിച്ചവർ ആത്മീയ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ പാപമില്ലാത്ത അവസ്ഥയിലുള്ള നല്ല പ്രവൃത്തി ചെയ്ത ദൈവത്തിന്റെ മാനദണ്ഡമനുസരിച്ച് സ്വർഗ രാജ്യത്തിന് അവകാശികളായ ആൾക്കാരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അതായത് ഗ്രീക്കിന്റെ ഒരു എഴുത്തിന്റെ രീതിയാണ് സ്വർഗരാജ്യവും സഭയും എന്ന് ഒരേ രീതിയിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പത്രോസേ നീ പാറയാകുന്നു എന്ന് കത്തോലിക്കർ പറയാറുള്ള ആ ഭാഗം, അത് എങ്ങനെ ഇരുന്നാലും നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നാണ് കത്തോലിക്ക ബൈബിളിൽ പോലും എഴുതിയിരിക്കുന്നത്. എങ്കിലും അത് കഴിഞ്ഞിട്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രീക്കിലെ എഴുത്തിന്റെ ഒരു രീതിയാണ്. അതായത് ആ രീതി നോക്കുമ്പോൾ സ്വർഗരാജ്യം തന്നെയാണ് സഭ എന്ന് പറയുന്നത് എന്നവിടെ നമുക്ക് മനസ്സിലാക്കാം.